ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പുരുഷനെ ഭർത്താവായി കിട്ടാൻ സ്ത്രീകൾ എന്ത് ചെയ്യണം? ഇല്ലേ, സ്ത്രീകൾക്ക് ഒരു നല്ലൊരു പുരുഷനെ ഭർത്താവായിട്ട് കിട്ടണം. അപ്പം അങ്ങനെ ആഗ്രഹിച്ച് ഏകിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടുന്നത് ദുരിതമായിരിക്കുള്ളൂ. അപ്പം ദുരിതം സംഭവിക്കാതിരിക്കാൻ, വിവാഹ ജീവിതത്തിൽ ദുരിതം സംഭവിക്കാതിരിക്കാൻ സ്ത്രീകൾ, പെൺകുട്ടികൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് അവർക്ക് ദൈവിക ആചാരപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ അവർക്ക് നല്ലൊരു ഭർത്താവിനെ അവർക്ക് ഭാവിയിൽ കിട്ടും. അപ്പം അതിനു വേണ്ടി ഇവർ ശ്രമിക്കാം. ഭാര്യാകർത്താക്കന്മാർ നിത്യകലഹം ഉള്ളവരായി മാറാതിരിക്കാൻ വേണ്ടിയാണ്, ഇല്ലേ, സമൂഹ നന്മക്ക് വേണ്ടിയാണ്. പണ്ട് ജ്യോതിഷ ആചാര്യന്മാർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് സമൂഹ നന്മക്ക് വേണ്ടിയാണ്, അല്ലാതെ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പം എങ്ങനെയായാലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ എപ്പോഴും കലഹങ്ങൾ ഒരു പതിവായി മാറുന്ന ഒരു കാലഘട്ടവും. ഇത് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും പ്രേമിക്കാതെ വിവാഹം കഴിച്ചവരാണെങ്കിലും കുടുംബ സംബന്ധമായി സെറ്റിൽമെൻറ്റ് നടത്തി വിവാഹാലോചനകൾ നടത്തി കല്യാണം കഴിച്ചവരാണെങ്കിലും ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ തന്നെ അവിടെ കലഹങ്ങൾ പതിവായി മാറും. അപ്പോൾ അവർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അവർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പെൺകുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അവർക്കൊരു നല്ല ഭർത്താവിനെ കിട്ടണം. അതാണ് നമ്മുടെ വിഷയം. ആ ഭർത്താവിനെ കിട്ടാൻ ഇവർ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. അതായത് ഇവർ തിങ്കളാഴ്ച വ്രതം എടുക്കണം. തിങ്കളാഴ്ച വ്രതം ഏറ്റവും നല്ലതാണ്. അതുകൂടാതെ ശുക്രഭഗവാന്റെ ഗായത്രി ദിവസവും ചൊല്ലണം. ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലണം. ഈ ശുക്രഭഗവാൻ ആരാണ്? ശുക്രഭഗവാൻ വിവാഹത്തിൻ്റെ കാരകനാണ്. വിവാഹം ഒപ്പിക്കുന്ന ആളാണ്, വിവാഹമൊക്കെ അടുപ്പിക്കുന്ന ആളാണ്. വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ശുക്രനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ശുക്രൻ്റെ സ്ഥാനം നോക്കും. അപ്പം ശുക്രൻ്റെ ഗായത്രി മന്ത്രം ഈ പെൺകുട്ടികൾ ചൊല്ലാം. നല്ല ഭർത്താവായി ഒരു പുരുഷനെ കിട്ടാൻ വേണ്ടി ഇവർ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ചൊല്ലാം. ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ഇതാണ്: ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നു ശുക്ര പ്രചോദയാത്. അതിനൊന്നും കൂടി ചൊല്ലാം. അതായത് ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നു ശുക്ര പ്രചോദയാത്. ഇതൊന്ന് ഒരു ദിവസം ഒരു 27 പ്രാവശ്യമെങ്കിലും ഈ പെൺകുട്ടികൾ ഇതൊന്ന് ചൊല്ലുന്നത് നല്ലതാണ്, നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല വിവാഹകാര്യം വന്നു ചേരാൻ. അതുകൂടാതെ ഓം സോമായ നമ, ഓം സോമായ നമ എന്ന് 108 പ്രാവശ്യമെങ്കിലും ഇവർ ചൊല്ലണം. ഓം സോമായ. അതുപോലെ സ്വയംവര വശീകരണ മന്ത്രം ചൊല്ലാതിരിക്കും. സ്വയംവര വശീകരണ മന്ത്രം: ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മമ ഹൃദയം മമ മുഖവശം ആകർഷയാകർഷയ സ്വാഹ എന്നുള്ള ആ സ്വയംവര വശീകരണ മന്ത്രം അത് ചൊല്ലിയാൽ നല്ല വിവാഹാലോചനകൾ വരും, നല്ല വിവാഹം കിട്ടും. അതുകൂടാതെ രാധാ ഗായത്രി മന്ത്രം ഇവർ ചൊല്ലുന്നത് നല്ലതാണ്. അതായത് കൃഷ്ണൻ്റെയും രാധൻ്റെ, അതായത് രാധാ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. ഇതുകൂടാതെ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം പതിവാക്കി മാറ്റി സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം പതിവാക്കി മാറ്റി സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. രാധാമന്ത്രം ഇതാണ്. അത് രാധാ ഗായത്രി ഞാൻ ഈ പറയുന്നതാണ്: ഓം വൃഷഭാനുജായായൈ വിദ്മഹേ കൃഷ്ണപ്രിയായൈ ധീമഹി തന്നോ രാധ പ്രചോദയാത് എന്നാണ്. അതായത് ഓം വൃഷഭാനുജായായൈ വിദ്മഹേ
കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഇതാണ്. അപ്പോൾ ഇത് 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 9 പ്രാവശ്യമോ 21 ദിവസമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 41 പ്രാവശ്യമോ 36 പ്രാവശ്യമോ ഒക്കെ ഇവർക്ക് ഇത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ ഇങ്ങനെ ഈ സ്ഥിരമായി ഈ മന്ത്രം ചൊല്ലുകയും ഇങ്ങനെ ശുക്രഭഗവാനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കൊരു നല്ല ഭർത്താവിനെ കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നന്ദി, നമസ്കാരം.